ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ 1ലേക്കാണ് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ കൂടെ അർച്ചന മാം ഉണ്ട്. അർച്ചന മാമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങളെ മിക്കവാറും ഓൺ ബോർഡ് ചെയ്തിട്ടുണ്ടാവുക അർച്ചന മാം ആണ്. പിന്നെ നമ്മുടെ കൂടെ സ്നേഹ മാം ഉണ്ട് കൊമേഴ്സിലെ. അപ്പൊ ഇത്രയും പേര് ഞാൻ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്റെ എല്ലാ ലേണേഴ്സിനെയും ഈ ഒരു സെഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ സ്പാർക്ക് കിക്ക് ഓഫ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു സെഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിനകത്ത് MSc ഫിസിക്സ് സ്റ്റുഡൻസ് ഉണ്ട്, കെമിസ്ട്രി സ്റ്റുഡൻസ് ഉണ്ട്, മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങളെല്ലാം ജാൻ 2025 ബാച്ച് ആണ്. അപ്പോൾ എല്ലാവരെയും ഒന്നുകൂടെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ മാക്സിമം എല്ലാവരും ഇതിൽ ക്യാമറ ഓൺ ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അധികാരം ഏറെ പിടിച്ചൊന്നും ഇരിക്കണ്ട. നമ്മൾ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിനെ. നിങ്ങൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യും. ഇപ്പം ഓൺ ബോർഡിങ്ങിന്റെ സമയത്തായാലും നമ്മൾ 1-to-1 ഇന്ററാക്ഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. അതായത് നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്ക് രണ്ടുപേർക്കും മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുറച്ചും കൂടെ നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെടാനും അങ്ങനെ കുറച്ചും കൂടെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണിത്. സോ ദിസ് സ്പേസ് ഇസ് ഓപ്പൺ ഫോർ ഓൾ ഓഫ് യു. സോ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഓറിയന്റേഷൻ 9.0, ഇതിന്റെ 8 സീസൺസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. നമ്മൾക്ക് ഇത് 9th സീസൺ ആണ്. നമ്മൾ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ വർഷത്തെ മോട്ടോ എന്ന് പറയുന്നത് ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ്. ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഇപ്പൊ നമ്മൾ പലരും, അതായത് ഇപ്പൊ ഇതില് ജോയിൻ ചെയ്തിരിക്കുന്ന പല ആൾക്കാരും ഒരു പെർട്ടിക്കുലർ ഗ്യാപ്പിന് ശേഷം ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഉള്ളിലെ ഓരോ പൊട്ടൻഷ്യലിനെ ഇഗ്നൈറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അതൊന്ന് എവേക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇഗ്നൈറ്റ് എന്നുള്ള വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ട് കുറച്ചും കൂടെ ഐഡിയാസ് പുറത്തോട്ട് കൊണ്ടുവരാം, എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുവരാം. അത് ഇന്നോവേറ്റീവ് ആയിട്ട് സംതിങ് ഇന്നോവേറ്റീവ്, എല്ലാവരുടെ ഉള്ളിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നത്. ഒരു ഗ്യാപ്പിന് ശേഷം നിങ്ങളൊരു എന്താ പറയാ, പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. എമിസ്റ്റ് ഓൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ എൻകറേജ് ചെയ്യേണ്ട ഒരു എലമെന്റ് ആണ്. പല ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരും ഇതിനകത്തുണ്ട്, ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സിലുള്ളവര്. അത് തന്നെയാണ് ഈ ഒരു ലേൺ വൈസിന്റെ അല്ലെങ്കിൽ ഇഗ്നോ സ്റ്റുഡൻസിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാ, അതിനെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള ഒരു മോട്ടോ ആണ് നമ്മുടെ ഈ ഒരു സെഷൻ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. സോ വെൽക്കം അഗെയിൻ ടു OP 9.0 ഓറിയന്റേഷൻ പ്രോഗ്രാം. അപ്പോൾ ഈ സെഷന്റെ ഒരു ഓവർവ്യൂ, അതിൽ നമ്മുടെ തീം ഇൻട്രൊഡക്ഷൻ, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ്, ഇന്റഗ്രേറ്റ് എന്ന് പറയുന്ന ഒരിതാണ് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു തന്നതുപോലെ. പിന്നെ അടുത്തത് ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. ഐസ് ബ്രേക്കിംഗ് സെഷൻ മീൻസ് നമ്മള് ആസ് ലിറ്ററൽ മീനിങ് എടുക്കുന്നത് പോലെ തന്നെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടെ കാഷ്വൽ ആയിട്ട് അറിയാം എന്തൊക്കെയാണ്, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, എല്ലാവരും എന്തൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മുടെ ഒരു പ്രോഗ്രാം റിവ്യൂ, ദെൻ ന്യൂ ഹൊറൈസൺ ഫോം, അതിനെ പറ്റിയിട്ടും പിന്നെ നമ്മൾ റാപ്പപ്പ് ചെയ്യും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് എന്തുകൊണ്ട് ഈ തീം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈ നമ്മൾ എന്തിനാണ് ഇങ്ങനൊരു തീം നമ്മൾ ചൂസ് ചെയ്തത്, നേരത്തെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു സ്പാർക്ക്, അതാണ് ഇതിന്റെ ഒരു ഹെഡിങ് എന്ന് പറയുന്നത്. ഒന്ന് സ്പാർക്ക് ചെയ്യുക, അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കുക, നമ്മൾ അതിന് ഇന്നോവേറ്റീവ് ആയിട്ട് കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഐഡിയാസ് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ആണ് ഉള്ളത്. ടു അവേക്കൻ ദ പൊട്ടൻഷ്യൽ, then transform it into ideas and will unite it into a fruitful result. അതാണ് നമ്മുടെ ഈ ഒരു തീമിന്റെ ഒരു ഐഡിയ. ഓക്കെ, അപ്പോ നമുക്കിനി കുറച്ചും കൂടെ കാര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാം. അപ്പോ ആദ്യം തന്നെ കുറച്ചു പേര് വോളണ്ടറി ആയിട്ട് മുന്നോട്ട് വന്ന് എന്താണ് നിങ്ങളെ പറ്റി പറയാനുള്ളത് എന്നൊന്ന് നിങ്ങൾ പറഞ്ഞാൽ നല്ലതായിരിക്കും. ആരാണ് അപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? ഇൻട്രൊഡക്ഷനിൽ നിങ്ങളുടെ പേര്, നിങ്ങൾ എവിടുന്ന് വരുന്നു, വൈ ഡിഡ് യു ചൂസ് ദിസ്, എന്തുകൊണ്ടാണ് ആഫ്റ്റർ എ ബ്രേക്ക് നിങ്ങൾ ഈ ഒരു സെഷൻ എടുത്തത് എന്നുള്ള കാര്യങ്ങൾ വളരെ കാഷ്വൽ ആയിട്ട് വളരെ കൂൾ ആയിട്ട് നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആരാണ് അപ്പൊ ഫസ്റ്റ് വരുന്നത്? ഓക്കെ, സൗമ്യ. ഓക്കെ, കമോൺ. എന്റെ പേര് സൗമ്യ. ഞാനിപ്പം ട്രിവാൻഡ്രം വരുന്നത്. ഓക്കെ,
ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോണ്ടിസോറി ട്രെയിനിങ് ടീച്ചിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം. അതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. അപ്പം അതിന്റെ ബേസിസ് ആയിട്ടാണ് ഞാൻ PG എടുക്കാൻ കാരണം. കാരണം കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാനും നമുക്കിപ്പോൾ ഒരു 12 ഇയേഴ്സ് കുട്ടികളെ മാത്രമേ നമുക്ക് പഠിപ്പിക്കാൻ ഏജ് ക്യാപ് പഠിപ്പിക്കാനുള്ള ഇത് കിട്ടത്തുള്ളൂ. സോ കുറച്ചുകൂടെ വലിയ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. സോ ദാറ്റ് ആ കേസിലാണ് ഞാനിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. ഓക്കെ സൗമ്യ. അപ്പോ ഇപ്പൊ എങ്ങനെയുണ്ട് ലേൺവൈസിന്റെ ജേർണി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഓക്കെ ഞാൻ ആണോ? അന്ന് ഓക്കെയാണ്, കുഴപ്പമില്ല. എനിക്ക് എന്താ മാമിന്റെ ഇത് കിട്ടുന്നുണ്ട് ഇതെല്ലാം. പക്ഷെ ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞില്ല 31st എനിക്ക് വൈവേ ഉണ്ട് ആൻഡ് മൈ വർക്ക്സ് ആർ പെൻഡിങ്. സോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ. അപ്പൊ നാളെ എനിക്ക് സബ്മിഷൻ ഡേറ്റ് ആണ്. അപ്പൊ നാളെ പോണം. 31st വൈവേ ആണ്. സോ ഇച്ചിരി ബിസി ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ. അപ്പൊ നന്നായിട്ട് തന്നെ ഈ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. നന്നായി പഠിക്കാനും എല്ലാം ഉള്ള ഹെൽത്തും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ താങ്ക് യു. നെക്സ്റ്റ് ഇനി ആരാണുള്ളത്? എല്ലാവരും ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിരിക്കുന്നേ. ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ചെയ്യണം മാക്സിമം. ഓക്കെ ഫൈൻ. കമോൺ, എല്ലാവരും ഒന്ന് ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിരിക്കൂ. ഓക്കെ ഫൈൻ. ഗുഡ് ഈവനിങ് മാം. ഓക്കെ മാം, എൻ്റെ പേര് ആൽമ. കായംകുളത്തു നിന്നാണ് വരുന്നത്. എൻ്റെ പ്ലേസ് കായംകുളം ആണ്. ഞാൻ BSc ഫിസിക്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് B.Ed ചെയ്തു. ഇപ്പോൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു 3 ഇയർ ഗ്യാപ്പ് ഇപ്പോൾ ഉണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ട്. അപ്പോൾ MSc എടുക്കണം എന്നുണ്ട്. അതുകൊണ്ടാണ് എന്താ ഡിസ്റ്റന്റ് മോഡിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. വർക്കിന്റെ കൂടെ തന്നെ അപ്പോൾ നടക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇഗ്നോന്റെ MSc ചൂസ് ചെയ്തത്. ആൻഡ് ലേൺ വൈസ് തന്നെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഒരു ഹോപ്പ് ഉണ്ട്. ആ ഹോപ്പിലാണ് ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തത്. ഓക്കെ. ഇപ്പൊ ഇതുവരെയുള്ള ജേർണി എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? എവറിത്തിങ് ഈസ് ഓക്കെ? ഞാൻ കുറച്ച് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിരുന്ന കേട്ടിരുന്നു. അതിന്റെ കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തിരുന്നു. അതൊക്കെ നന്നായിട്ട് പോയി, കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കിപ്പോ ഇതിന്റെ ഇടയ്ക്ക് അഡ്മിഷൻ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ മാമുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ ഓക്കെ. അപ്പം അത് അഡ്മിഷൻ കറക്റ്റ് ചെയ്തിട്ട് വേണം എനിക്കിനിപ്പോ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ റീജോയിൻ ചെയ്യാനായിട്ട്. കറക്റ്റ് ആയിട്ടില്ല അഡ്മിഷൻ. ഫീ പേയ്മെന്റ് വരെ കഴിഞ്ഞതേ ഉള്ളൂ. കൺഫർമേഷൻ വന്നില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ, താങ്ക് യു അൽമ. ഇനി ആരാണുള്ളത്? ഹായ് മാം, എൻ്റെ പേര് മേഘ. ഓക്കെ മേഘ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. ആ ആ ഓക്കെ മാം. ആക്ച്വലി ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. BSc ഫിസിക്സ് കഴിഞ്ഞു, B.Ed കഴിഞ്ഞു. ഞാൻ വർക്കിംഗ് ആയിരുന്നു. പിന്നെ ഫാമിലി ലൈഫിലോട്ട് കയറി. അതുകൊണ്ട് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എനിക്ക് MSc വേണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പോയി ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ആ ഒരു ലാസ്റ്റ് ടൈമിലാണ് എനിക്ക് ഇതിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റിയതും ലേൺ വൈസിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതും. പക്ഷെ ഞാൻ ജൂലൈ 24 ബാച്ചാണ്. എനിക്ക് ആ ഒരു സെം എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. ബട്ട് ഇപ്പൊ വീണ്ടും ഞാൻ കയറിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഹൗ ഇസ് എവറിത്തിങ് ഗോയിങ്? ഓക്കെ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഓക്കെ, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ 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 മേഘ, താങ്ക് യു. ഓക്കെ, Okay, ഇനി ma'am. ആരാണ് വോളണ്ടറി ആയിട്ട് വരാൻ പോകുന്നത്? ഹലോ, ഓക്കെ, കമോൺ നിഷ. ഞാൻ തൃശ്ശൂരാണ്. പിന്നെ എൻ്റെ കുറെ ഗ്യാപ്പ് ഉണ്ട്. MSc എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഇപ്പൊ വീണ്ടും ജോയിൻ ചെയ്തതാണ്. പിന്നെ ഇഗ്നോയില് തുടങ്ങണത് നോക്കി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ആക്ച്വലി. അപ്പോ ഇപ്പൊ ക്ലാസ്സസ് ഒക്കെ ജസ്റ്റ് കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ കുറെ ബ്രേക്ക് വന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിക്കണം. താങ്ക് യു. ഓക്കെ ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, ഇനി ആരാണ്? വോളണ്ടറി ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ? ഹലോ മാം. ഓക്കെ, കേൾക്കുന്നുണ്ട്. ആരാ സംസാരിക്കുന്നേ? ഹലോ മാം, ഞാൻ ജസ്തീനയാണേ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ വരുന്നത് ചെങ്ങന്നൂർ നിന്നാണ്.
ആഹാ ഓക്കെ ആ, ഞാൻ ഡിഗ്രി മാത്സ് ആണ്, PG ഞാൻ ഡാറ്റ അനലിറ്റിക്സ് ആണ് എടുത്തത്. ആഹാ അപ്പം എനിക്ക് ശരിക്കും താല്പര്യം MSc മാത്സ് എടുക്കാനാണ് താല്പര്യം. അപ്പൊ ഓക്കെ അതുകൊണ്ട് അത് ഡിസ്റ്റന്റ് ആയിട്ട് എടുക്കാന്ന് എടുത്തു. അങ്ങനെയാണ് ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് പിന്നെ ലേൺ വൈസിൽ വന്നത്. അപ്പൊ അതെനിക്ക് അച്ചീവ് ചെയ്യാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ലേൺ വൈസിന്റെ കൂടെ ഒപ്പം. ഓക്കെ. ഇപ്പൊ വർക്കിംഗ് ആണോ? ഇപ്പൊ എന്താ ചെയ്യുന്നത് അപ്പൊ ജസ്റ്റിന? ഞാനിപ്പം ട്രെയിനിങ് എനിക്കിവിടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം അതും ഇതിന്റെ കൂടെ പോകുന്നുണ്ട്. അത് 9 to 5 ആണ്. അപ്പൊ നമുക്ക് അവിടെ പോയി പിന്നെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഓക്കെ ഓക്കെ. ദാറ്റ് ഇസ് താങ്ക് വെരി യു. ഗുഡ്. നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റട്ടെ. ട്രെയിനിങ്ങും ബാക്കി കാര്യങ്ങളും കൂടെ കംപ്ലീറ്റ് ചെയ്ത് ഒരു MSc മാത്തമാറ്റിക്സ് ഹോൾഡർ ആയിട്ട് പുറത്തോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫ്രം ദ സൈഡ് ഓഫ് ലേൺ വൈസ്. താങ്ക് ഓക്കെ യു മാം. ഓക്കെ. ഇനി ആരാണ് വരുന്നത്? ഹലോ, ഹലോ. ഓക്കെ പറഞ്ഞോളൂ. ഷെമീന. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഓക്കെ ഞാന് BSc കെമിസ്ട്രി കഴിഞ്ഞു, B.Ed എടുത്തു. പിന്നെ ഇപ്പോ ഇഗ്നോയില് ഇപ്പൊ കഴിഞ്ഞ വർഷം MA സോഷ്യോളജി ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. പിന്നെയാണ് കെമിസ്ട്രി ലോഞ്ച് ചെയ്തത് അറിഞ്ഞത്. അപ്പൊ പിന്നെ എന്തായാലും അതും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒപ്പം ഇതും നോക്കാന്ന് വിചാരിക്കുന്നു. അപ്പോ ഞാന് MSc സോഷ്യോളജിയും കെമിസ്ട്രിയും ചെയ്യുന്നുണ്ടോ? സോഷ്യോളജി ഇപ്പോ ഈ ഡിസംബറിൽ 1 ഇയർ കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് ഡിസംബറിൽ സോഷ്യോളജിയും കെമിസ്ട്രിയും കൂടെ ഒപ്പം വരുമോന്ന് അറിയില്ല, എക്സാം ഡേറ്റ്. അപ്പൊ ഇനി എങ്ങനെ ചെയ്യലെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഞാൻ ജോയിൻ ചെയ്യും. മെയിൻ ആയിട്ട് MSc കെമിസ്ട്രി എടുക്കാനുള്ള കാരണം ഞാൻ ഹൈസ്കൂൾ ടീച്ചറാണ്, എയ്ഡഡ് സ്കൂൾ വർക്ക് ചെയ്യാണ് ഇപ്പൊ 2 വർഷമായി. അപ്പോൾ ഇനി ലയനം വരുന്ന സമയത്ത് എന്തായാലും ടീച്ചേഴ്സിന് MSc കെമിസ്ട്രി എന്തായാലും PG എടുക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എടുക്കുന്നത്. പിന്നെ 27 ഇയേഴ്സ് ആണ് വയസ്സ് വരുന്നത്. അപ്പൊ ഈ 4 വർഷം 2 വർഷം മിനിമം എന്തായാലും 2 വർഷത്തിനുള്ളിൽ എന്തായാലും ക്വാളിഫൈ ചെയ്യണം, എന്നിട്ട് സെറ്റ് എക്സാം എഴുതണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്തായാലും ഓക്കെ. എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. സെറ്റ് എക്സാം ഒക്കെ എഴുതാൻ പറ്റട്ടെ. MSc സുഖമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ ഓക്കെ. താങ്ക് യു. നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. നമുക്ക് എന്നാ ഒരു ഗെയിമിലേക്ക് പോവാം. ഓക്കെ മാം വിസിബിൾ അല്ലേ മാം? അതെ, കാണാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നൊരു ചെറിയൊരു ഗെയിം കളിക്കാൻ പോവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് പിക്ചേഴ്സ് തരും. കുറച്ച് പിക്ചേഴ്സ്, അത് ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം, ഒരു ഫേമസ് പേഴ്സണാലിറ്റി ആയിരിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഫേമസ് പേഴ്സണാലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒരു ഇതായിരിക്കും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എന്താണ് ഗസ് ചെയ്ത് പറയണം. അതിന്റെ സൂംഡ് വേർഷൻ ആയിരിക്കും നമ്മൾ കാണിക്കുന്നുണ്ടാവുക. അതിൽ നിന്ന് നിങ്ങൾ ഗസ് ചെയ്ത് പറയണം. ഓക്കെ ആണോ? ഗെയിമിന്റെ റൂൾസ് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആൻസേഴ്സ് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയണം. ഓക്കെ, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, മ്യൂട്ട് ചെയ്യണോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം നിങ്ങൾ ഏതാണെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ മെസ്സി. ഇനി വേറെ എന്തെങ്കിലും ഗസസ് ഉണ്ടോ? വേറെ എന്തെങ്കിലും റൊണാൾഡോന്നോ അങ്ങനെ എന്തെങ്കിലും റാൻഡം ഗസസ്? കമോൺ, ആർക്കെങ്കിലും വേറെ റാൻഡം ഗസസ്? മെസ്സി അല്ലാതെ വേറെ എന്തെങ്കിലും ഗസസ് ഉണ്ടോ? ഓക്കെ ഫൈൻ, എല്ലാവരും മെസ്സി ആണ് പറയുന്നത്. സോ ദ ആൻസർ ഇസ് റൈറ്റ്. നെക്സ്റ്റ്, ബേസിൽ ജോസഫ്. ഓക്കെ ബേസിൽ ജോസഫ്. പിന്നെ ആരാ പറഞ്ഞത്? ബേസിൽ തന്നെ എല്ലാവരും പറയുന്നത് അല്ലെ? ഓക്കെ, ബേസിൽ ജോസഫ് ആണ്. ആൻസർ ആണ് ഉർവശി. ഓക്കെ ഓക്കെ ഓക്കെ, ഉർവശി മാം ആണ്. ആക്ച്വലി ഇദ്ദേഹം ഒരു ഫിലിം സ്റ്റാർ ഒന്നുമല്ല, പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. സുക്കർബർഗ് ആണോ? ഓക്കെ, മാർക്ക് സുക്കർബർഗ് പറയുന്നുണ്ട്. പിന്നെ
ഓക്കെ, മാർക്ക് സുക്കർബർഗ് ഒക്കെ പറയുന്ന ആൾക്കാർക്ക് ഇതും കൂടെ ഗസ് ചെയ്യാം. എലോൺ മസ്ക്. ഓക്കെ, എലോൺ മസ്ക്, മാർക്ക് സുക്കർബർഗ്, പിന്നെന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം. എലോൺ മസ്ക് ആണോ മാർക്ക് സുക്കർബർഗ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. എലോൺ മസ്ക് ആണത്. ഓക്കെ, നെക്സ്റ്റ്. ടോവിനോ. ഓക്കെ, ടോവിനോ. പിന്നെ എന്തെങ്കിലും ഗസസ് ഉണ്ടോ? ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം. ടോവിനോ തോമസ് ആണ്. മോഹൻലാൽ. ക്രിക്കറ്റ് താരമുണ്ടല്ലോ, സഞ്ജു. ക്രിക്കറ്റ് താരം. അപ്പൊ വരട്ടെ, അടുത്തത് സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ. പിന്നെ ഓക്കെ, മോസ്റ്റ് ആൾക്കാർ സഞ്ജു സാംസണാ പറഞ്ഞത് അല്ലേ? നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, സഞ്ജു സാംസൺ. നെക്സ്റ്റ്. ഇതാരാ? മഞ്ജു വാര്യർ. ഓക്കെ, മഞ്ജു വാര്യർ. പിന്നെ വേറെ എന്തെങ്കിലും ഗസസ് ഉണ്ടോ? ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം. മഞ്ജു വാര്യർ തന്നെയാ. മഞ്ജു വാര്യർ ഉണ്ട്. ഇതോ? അജിത്ത്. അജിത്ത് ഉറപ്പാണോ അജിത്ത് ആണെന്ന്? ഓക്കെ, ഹീസ് അജിത്ത്. ഇനി ഇത് ആക്ച്വലി ഒരു ഒബ്ജക്റ്റ് ആണ് ഇൻ യെല്ലോ കളർ. വാട്ട് ഇസ് ദാറ്റ്? ബനാന. പിന്നെ യെല്ലോ കളറിലുള്ള എല്ലാം റാൻഡം ആയിട്ട് ഗസ് പറയാം. ഓക്കെ, എവരിബഡി ഈസ് സ്റ്റിക്കിംഗ് ഓൺ ടു ബനാന. മോസ്റ്റ്ലി ടീച്ചേഴ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ആൻസർ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മാറത്തില്ലല്ലേ. ഓക്കെ, ഇറ്റ് ഇസ് ബനാന. ദാറ്റ് ഇസ് വെരി ഫൈൻ. അടുത്തത് സ്ട്രോബെറി. പിന്നെ ഇനി ഏതാ ഓപ്ഷൻസ്? ഞാൻ പറഞ്ഞ പോലെ അർച്ചന മാം, ഇവർ ഒരു ആൻസർ പിടിച്ചാൽ പിന്നെ അതൊന്നും വിടില്ല. അതാ, ഓൺലി വൺ ഗസ്. ആ ഗസ് കറക്റ്റ് ആയിരിക്കും. അതാ, ദിസ് വൺ. ജാക്ക് ഫ്രൂട്ട്. ഓക്കെ, ഇറ്റ് ഇസ് ജാക്ക് ഫ്രൂട്ട്. ഫൈൻ. ഇതെന്താ? പൈനാപ്പിൾ. ഓക്കെ ഫൈൻ, ദിസ് ഇസ് പൈനാപ്പിൾ. റംബുട്ടാൻ. പിന്നെ റംബുട്ടാൻ പിടിച്ച പിന്നെ അത് വിടത്തില്ലേ? റംബുട്ടാൻ. ഓക്കെ ഫൈൻ. ഇത് കിവി. ഓക്കെ, കിവി. ഇനി വേറെന്തെങ്കിലും ഗസ് ഉണ്ടോ? ഇറ്റ്സ് കിവി. മാം ക്വസ്റ്റ്യൻസ് ചോർത്തി കൊടുത്തോ? എനിക്കറിയില്ല, ഇവര് ടീച്ചേഴ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒറ്റ ആൻസർ. നല്ല എഫേർട്ടില് നല്ല ആക്റ്റീവായിട്ട് ഒറ്റ ആൻസർ ഒറ്റ കട്ടൊക്കെയാ നിൽക്കുന്നത്. അവർക്ക് ഒറ്റ ആൻസർ മതി, അവർ ഇനി അതിന് വിടത്തില്ല. ഓറഞ്ച്. ഓക്കെ, നോക്കാം. ഒരാള് മുസമ്പി പറഞ്ഞായിരുന്നു. ഇപ്പഴെങ്കിലും ജസ്റ്റ് മാറ്റിയിരുന്നു. ആദ്യമായിട്ടൊരു തെറ്റുത്തരവും കൂടെ. എന്നാലും ഉണ്ട്, അതിനോട് സാമ്യമുണ്ട്. അതാ. ഓക്കെ, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ ഗെയിം. അപ്പൊ നമുക്ക് നമ്മുടെ ഗെറ്റ് ബാക്ക് ടു വീണ്ടും ആരെങ്കിലും വോളണ്ടിയർ ആയിട്ട് വന്നിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഇതുപോലെ തന്നെ. ഹലോ. ഓക്കെ, ലൂമില മാം പറഞ്ഞോളൂ. ഹലോ, എന്റെ പേര് ലൂമിലാണ്. ഞാൻ 1990 ഡിഗ്രി BSc മാത്സ് ഗ്രാജുവേറ്റ് ചെയ്ത, പിന്നെ വർക്കിംഗ് എല്ലാം ആയിരുന്നു. ഇപ്പൊ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം PG എടുക്കണം തോന്നി. അപ്പൊ ഇപ്പൊ ജോയിൻ ചെയ്തു. ഞാൻ 55 ഏജ്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒക്കെ ഇങ്ങനെ ടച്ച് ആയിട്ട് വരുന്നു. ഓക്കെ മാം.
അപ്പൊ മാം എന്താ ഇത് എടുക്കുന്നത്? ആഗ്രഹം കൊണ്ട് എടുക്കുന്നതാണ് അല്ലേ? അതൊരു ആഗ്രഹം. ഞാനൊരു 10-28 കൊല്ലം ഗൾഫിലായിരുന്നു, അവിടെ വർക്കിംഗ് ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പോയി അവിടെ വർക്കിംഗ് PG കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളിപ്പോ റിട്ടയർ ചെയ്ത് തിരിച്ചു വന്നിട്ട് ഇപ്പോ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി, അപ്പൊ ജോയിൻ ചെയ്തത്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ കയ്യിൽ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണുള്ളതെന്ന് പറഞ്ഞതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ലുമില മാം. കണ്ടില്ലേ, ഇത്രയും ഒരു ബ്രേക്കിന് ശേഷം ജസ്റ്റ് ടു അച്ചീവ് ഇത് നമ്മളുടെ ഒരു ആഗ്രഹം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാം ഇത് കണ്ടിന്യൂ ചെയ്യാണ്. വെരി ഗുഡ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൺഗ്രാറ്റുലേറ്റ് ചെയ്യേണ്ടതാണ് മാമിനെ ഇങ്ങനൊരു ഇതില് ഇങ്ങനെ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന. നമുക്കൊക്കെ ഒരു ഇതുണ്ടാവും കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട എന്നുള്ളതൊക്കെ. അപ്പൊ ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. ഇനി ആരാണ് വരുന്നത്? ഹലോ ഓക്കെ. ഹലോ ഓക്കെ അശ്വിൻ, കേൾക്കുന്നില്ലേ? പറഞ്ഞോളൂ. എൻ്റെ പേര് അശ്വിൻ, വയനാടാണ് സ്ഥലം. 2023 ഡിഗ്രി ഫിസിക്സ് പാസ്സായി. എന്നിട്ട് തന്നെ ഒരു PSC കോച്ചിങ് ചേർന്നിട്ട് ഇപ്പൊ ഡിസ്റ്റന്റ് ആയിട്ട് ഇഗ്നോയില് PG ചെയ്ത് നോക്കുന്നു. ഓക്കെ, അപ്പൊ എന്താ PG എടുക്കുന്നേ? PG ഞാൻ PSC കോച്ചിങ് ആയിരുന്നു, അപ്പൊ അത് നിർത്താണ്ട് തന്നെ ഫിസിക്സ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, MSc. ഇപ്പൊ PSC കോച്ചിങ്ങിന് പോയോണ്ട് PSC നിർത്താണ്ട് PG എങ്ങനെ ചെയ്യാന്ന് അങ്ങനെ ഇഗ്നോയില് ചേർന്നതാ. അപ്പൊ ബാക്ക് ടു ബാക്ക് നമുക്ക് രണ്ടും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് MSc എടുക്കണം ആ സബ്ജക്റ്റിൽ അല്ലേ? അങ്ങനെ. ഓക്കെ അശ്വിൻ, ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. ഇനി ആരാണ് വോളണ്ടറി ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ? ഹലോ, ഓക്കെ, ഫസീലയാണോ സംസാരിക്കുന്നത്? എന്റെ പേര് ഫസീല. ഞാൻ കണ്ണൂരാണ്. അപ്പം ഞാൻ ഡിഗ്രി BSc കെമിസ്ട്രി ആയിരുന്നു. 2020 ഗ്രാജുവേറ്റഡ് ആയതാണ്. വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കെമിസ്റ്റ് ആയിട്ട് നാട്ടിൽ വടകര. അപ്പം എനിക്ക് കുറച്ചും കൂടെ MSc എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ MSc എടുത്തു. അപ്പം റെഗുലർലി പോയിട്ട് വരാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ടാണ് ഡിസ്റ്റന്റ് ആയിട്ട് എടുത്തത്. കൂടെ വർക്കും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്? കെമിസ്റ്റ് ആയിട്ട്, വാട്ടർ കെമിസ്റ്റ് ആയിട്ട്. വെരി ഗുഡ്, ദാറ്റ് ഈസ് വെരി ഫൈൻ. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഇത്രയും നാളത്തെ ഒരു ജേർണി? എങ്ങനെയുണ്ട് മൊത്തത്തില്? നല്ല തന്നെ. വാട്ടർ ഫീൽഡിൽ വർക്ക് ചെയ്യാന്ന് വെച്ചാല് നമുക്ക് കെമിസ്ട്രി എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഫീൽഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ലേഡീസിന് കുറച്ചും കൂടെ കംഫർട്ട് ആയിട്ടുള്ള ഒരു ഫീൽഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലാബ് കാര്യങ്ങൾ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലാബൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ആ ഒരു ഫീൽഡ് തന്നെ എനിക്ക് നല്ല ആപ്റ്റായിട്ട് തോന്നി. ഓക്കെ ഫസീല, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇനി ആരാണ് വരുന്നത്? ഹലോ, എന്റെ പേര് താജില. ഞാൻ എറണാകുളത്ത് നിന്നാണ്. ഞാനിപ്പോ ഹൈസ്കൂളില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. MSc മാത്സാണ് ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നത്. എന്റെ ഒരു പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോ MSc എടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. ഞാൻ 2004 ഡിഗ്രി കഴിഞ്ഞതാണ്. ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. ജസ്റ്റ് ഞാനിപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. വീഡിയോസ് ഇങ്ങനെ കണ്ടുവരുന്നു. ഒരു ടച്ച് കുറവിന്റെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്ര ഗ്യാപ്പ് വന്നതിന്റെ ഒരു ഫീൽ ഉണ്ട് ക്ലാസ് കണ്ടിട്ട് എനിക്ക്. നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ടൈം ടേബിൾ ബേസ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ നമുക്കത് ഈസിലി തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോകാം അല്ലേ? ഓക്കെ, കണ്ട് എനിക്ക് പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അതെ, തീർച്ചയായിട്ടും നമ്മളുടെ ലാംഗ്വേജ് എൻ്റയർ ടീം അതിന് സപ്പോർട്ടായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? ഹലോ, ഞാൻ പ്രീതിയാണ്, ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞാൻ 2003 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിപ്പോ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം എനിക്ക് MSc ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ലേൺ വൈസ് വഴി ഇങ്ങനെ MSc കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ മുന്നിട്ടിറങ്ങിയതാ. എന്നിട്ട് ഇപ്പൊ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് വീഡിയോസ് ഒക്കെ കണ്ട് പതുക്കെ കംപ്ലീറ്റ് ചെയ്യാവുന്നൊരു വിശ്വാസം. അതെ, ആദ്യമായിട്ട് നമുക്ക് ഇപ്പൊ എല്ലാവരും പറയുന്ന, താങ്ക് യു പ്രീതി. എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് എല്ലാവരും ഇതിനകത്തോട്ട്
എൻറോൾ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ത്രൂ ഔട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ട്രസ്റ്റ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു ബാക്കപ്പ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മാം, നമുക്ക് നെക്സ്റ്റ് ഒരു ഗെയിമിലേക്കും കൂടെ പോകാലോ അല്ലെ? പോകാം. അതെ, അതെ. ഓക്കെ മാം, വിസിബിൾ അല്ലേ? വിസിബിൾ ആണ്. അതെ. ഓക്കെ. ഇനി നമ്മള് ഒരു കൊച്ചു ഗെയിം, നമ്മുടെ സൂം ഇൻ സൂം ഔട്ട് പോലെ തന്നെയുള്ള ഒരു കൊച്ചു ഗെയിമിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഭയങ്കര സിമ്പിൾ ആണ്. ഒരു മൂവിയുടെ ഡയലോഗ് ഇവിടെ വിസിബിൾ ആയിരിക്കും. അത് ഏത് മൂവിയാണെന്ന് ഗസ് ചെയ്യാം. പല റേഞ്ചിലുള്ള ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ പല റേഞ്ചിലുള്ള മൂവീസ് ആണ്. നമ്മുടെ ന്യൂജൻ മൂവീസ് ഉണ്ട്, പഴയ മൂവീസ് ഉണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഗസ് ചെയ്യാം. നേരത്തെ പോലെ റാൻഡം ഗസ്സസും കൂടെ വരണം. ഓക്കെ ടീച്ചേഴ്സ്? ഓക്കെ. ഫസ്റ്റ് വൺ, കൗതുകം ലേശം കൂടുതലാ, മാപ്പാക്കണം. ഇത് ഏതൊരു മൂവിയിലെ ഡയലോഗാണ് എന്ന് പറയണം. കൗതുകം ലേശം കൂടുതലാ, മാപ്പാക്കണം. ഗോദ 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 ഗോദ. ഒരാള് ഗോദ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ? ഇനി അതർ സജഷൻസ്? ഇനി ജസ്റ്റ് റാൻഡം ആയിട്ട് പറഞ്ഞോളൂ. ഗസ് ഇവിടെ ചെയ്യാം. നമ്മള് മാത്രമേ ഉള്ളൂ. ഓപ്പൺ ആയിട്ട് ഗസ് ചെയ്യാം, കുഴപ്പമില്ല. അതാ, നമ്മൾ മാത്രം അറിയുന്നുള്ളൂ. എല്ലാവർക്കും ഇത് കിട്ടണം എന്നുള്ളത് നിർബന്ധമില്ല. ആരാ ഗോദ പറഞ്ഞത്? മേഘയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, മേഘ. ഓക്കെ, മേഘ ഗോദ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഇനി റാൻഡം ആയിട്ടെങ്കിലും എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? ഓക്കെ, ഫൈൻ, നമുക്ക് നോക്കാം അല്ലേ? അതെ, Yes, ഗോദ കറക്റ്റ് movie. ആണ്. മേഘ പറഞ്ഞത് കറക്റ്റ് ആണ്. അതാ, ഗോദയാണ്. മേഘ, കൺഗ്രാറ്റുലേഷൻസ്. The answer is right. Yes. My phone number is സാഗർ ഏലിയാസ് ജാക്കി. okay, സാഗർ ഏലിയസ് ജാക്കി. പിന്നെ രാജാവിന്റെ മകൻ. രാജാവിന്റെ മകൻ. പിന്നെ മോഹൻലാൽ ഇത്ര അധികം മൂവീസ് അഭിനയിച്ചിട്ട് നിങ്ങൾ 2 മൂവീസിന്റെ പേരെ പറഞ്ഞുള്ളൂ. കമോൺ, എന്തെങ്കിലും 2-3 ഗസ്സസും കൂടെ വരണം. അവരുടെ എന്തെങ്കിലും റാൻഡം ആയിട്ട് പറഞ്ഞോളൂ. ബിക്കോസ് ആർക്കും അറിയാത്തതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറയാം. ഒന്ന് രാജാവിന്റെ മകൻ പറഞ്ഞു, പിന്നെ സാഗർ ഏലിയസ് ജാക്കി പറഞ്ഞു, പിന്നെ ആ ടൈമിലുള്ള മൂവീസ് എന്തെങ്കിലും. ഓക്കെ, മടിയാണെങ്കിൽ ചാറ്റ് ബോക്സിലെങ്കിലും ഇടൂ. കമോൺ. രാജാവിന്റെ മകൻ തന്നെ. രാജാവിന്റെ മകൻ തന്നെ. ഓക്കെ, അവർ ഉറപ്പിച്ചു. ഇനി അവർ മാറില്ല കേട്ടോ. രാജാവിന്റെ മകനാണ്. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഷമ്മി ഹീറോ ആടാ, ഹീറോ. അതെല്ലാരും പെട്ടെന്ന് പറയുന്നു. എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എന്തെങ്കിലും വേറെ ഓപ്ഷൻസ്? എന്തായാലും റൈറ്റ് ആൻസർ ഇനി അവർ മാറ്റി പറയില്ല. ആണ്. ഓക്കെ, ഫൈൻ. കലങ്ങിയില്ല. ഇതെല്ലാരും പറയുന്നു. യോധ. യോധ ഉറപ്പാണല്ലോ. ഓക്കെ, യോധ. നമുക്ക് നോക്കാം. യെസ്, യോധയാണ് മൂവി. ഒറ്റ ഫോട്ടോയിൽ കിട്ടില്ല മിസ്റ്റർ. വടക്ക് നോക്കി യന്ത്രം. വടക്ക് നോക്കി യന്ത്രം. പിന്നെ ഇനി അതർ ഓപ്ഷൻ? എന്തെങ്കിലും വേറെ ഓപ്ഷൻസ് ഉണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. വടക്ക് നോക്കി യന്ത്രമാണ് കറക്റ്റ് ആൻസർ ആണ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. കമോൺ. നാടോടിക്കാറ്റ്. 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 എനിക്ക് തോന്നുന്നു പഴയ മൂവീസ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ആക്റ്റീവ് ആണ് അല്ലേ അർച്ചന മാം? ഇവര് അതാ. ഓക്കെ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. നിങ്ങളുടെ സമയം കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. നാടോടിക്കാറ്റാണ്. ഓക്കെ, ഇതിലൊരു ഫേമസ് പാട്ടുണ്ടല്ലോ, എന്തായിരുന്നു അത്? വൈശാഖ സന്ധ്യ. വൈശാഖ സന്ധ്യ. യെസ്. ഇനി കൊല്ലണ്ട നടേശ. നടേശ കൊല്ലണ്ട, അല്ലെങ്കിൽ കൊല്ലണ്ട നടേശ. ആറാം തമ്പുരാൻ. ആറാം തമ്പുരാൻ. പിന്നെ രാവണപ്രഭു. രാവണപ്രഭു. പിന്നെ ആ ട്രയോളജി ഇങ്ങ് പറഞ്ഞേക്കൂ. രാവണപ്രഭു. പിന്നെ പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും? കമോൺ, റാൻഡം ഗസ്സസ്. റാൻഡമായിട്ട് ഗസ് ചെയ്യാം. ഇല്ല, അവർ പറയത്തില്ല. ഇത്രേ ഉള്ളൂ. ഗസ്സസ് കഴിഞ്ഞു.
രാവണപ്രഭുവാണ്. രാവണപ്രഭു ആൻസർ ആരാ പറഞ്ഞത്? മേഘയാണ് ഞാൻ തോന്നുന്നു തന്നെയാ പറഞ്ഞല്ലേ? ഞാൻ തന്നെയാ അതെ, ആ മേഘയാണ് ഇപ്പൊ വിൻ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് അതാ, തോന്നുന്നു. മേഘയ്ക്ക് ഇപ്പൊ കുറച്ചും കൂടെ ഇതുണ്ട്. ആരും പറയാത്തൊക്കെ മേഘ പറയുന്നുണ്ട്. അതെ. ഇനി വർക്കിച്ച യവൻ പുലിയാണ് കേട്ടാ, നമ്മൾ ഒരു വരവ് കൂടി വരേണ്ടി വരും. രാജമാണിക്യം. 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 പിന്നെ ഇനിയൊരു ഓപ്ഷൻ പറയുന്നു. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പിച്ച് പിന്നെ അത് ഉറപ്പിച്ച് പിന്നെ മാറ്റില്ല. ഓക്കെ, രാജമാണിക്യമാണ്. കറക്റ്റ് ആൻസർ ആണ്. ഇനി ഞാൻ ഈ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. തലയണ മന്ത്രം. തലയണ മന്ത്രം മന്ത്രം. തലയണ മന്ത്രം. ഇനി എന്തെങ്കിലും ഗസസ്? തലയണ മന്ത്രമാണ്. തലയണ മന്ത്രം കറക്റ്റ് ആണ്. കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ഇത്. കുറച്ചും കൂടെ രസം പിടിച്ചതല്ലേ, കുറച്ചും കൂടെ വേണമെന്നുള്ളൊരു തോട്ട് വന്നല്ലേ? ഫീല് വന്നു. നിങ്ങളൊന്ന് ഓണായി വന്നപ്പോഴത്തേക്കും പരിപാടി അങ്ങ് നിന്നു അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ആരെങ്കിലും പരിചയപ്പെടാൻ റിമൈനിങ് ആരാണുള്ളത്? മാം, ഞാൻ റാഹിമ. ആഹാ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. റാഹിമ ഫ്രം കാലിക്കറ്റ്. ആഹാ, 4 years ഗ്യാപ്പ് ഉണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ട്. ഇന്നാണ് ജോയിൻ ചെയ്തത്. ഇന്ന് ജോയിൻ ചെയ്തു. 4 years ഗ്യാപ്പ്. എന്താ ഇപ്പൊ ചെയ്യുന്നത് റാഹിമ? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഫാമിലി ലൈഫിലോട്ട് വന്നേരെ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഡിഗ്രി കഴിഞ്ഞിട്ട്. ഡിഗ്രി കഴിഞ്ഞിട്ട് 4 years പിന്നെ ഫാമിലി ആയിട്ട് എൻഗേജ്ഡ് ആയിട്ടിരിക്കാണ്. അപ്പൊ പിന്നെ എന്താ ഇപ്പൊ MSc എടുക്കാമെന്ന് വിചാരിച്ചത്? MSc എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ മക്കളുണ്ട്, അപ്പൊ പിന്നെ പോയി പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അതാണ്. ഓക്കെ റാഹിമ. ഇന്ന് ജോയിൻ ചെയ്ത ന്യൂ മെമ്പർ ആണ്. സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ എന്തൂസിയാസ്റ്റിക് ആണ്. കണ്ടില്ലേ, ഇപ്പൊ തന്നെ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിനൊക്കെ വന്ന് അറ്റൻഡ് ചെയ്തു. താങ്ക് യു റാഹിമ. ഇനി ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടോ അർച്ചന മാം? ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നോ? ആരാ? ഹലോ, പറഞ്ഞോളൂ. ഞാൻ റിൻസിയ, പാലക്കാട് നിന്നാണ്. ഞാൻ 2020 ഡിഗ്രി കഴിഞ്ഞാണ്. എന്നിട്ട് PGക്ക് പോയി ഫസ്റ്റ് സെം എക്സാം സമയത്തൊക്കെ പ്രഗ്നന്റ് ആയി റെസ്റ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ സ്റ്റോപ്പ് ആക്കി. അപ്പൊ പിന്നെ കുട്ടി ചെറുതായിരുന്നു, അപ്പൊ പിന്നെ ജോയിൻ ചെയ്തു. ഓക്കെ. ഇപ്പൊ കറന്റ്ലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ കുട്ടി ചെറുതായതുകൊണ്ട് അതിന്റെ ഒരു കുറച്ച് ഗ്യാപ്പ് വന്നു. ഇപ്പൊ നവംബറിൽ ഞാൻ എടുത്തു അഡ്മിഷൻ. അപ്പൊ ഫാമിലി ലൈഫും ഇതും കൂടെ ഒരുമിച്ച് നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റട്ടെ. നല്ല രീതിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റട്ടെ. ഓക്കെ, താങ്ക് യു. ഇനി നെക്സ്റ്റ് ആരാ? ഞാൻ റസ്ന. ഓക്കെ, റസ്ന പറയൂ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് 10 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം PG ചെയ്യാൻ അന്ന് ഡിഗ്രി കഴിഞ്ഞ് പിന്നെ പഠിക്കാനാവൂലെന്ന് വിചാരിച്ച് വെച്ചൊരു സംഭവം ഇപ്പൊ ആഗ്രഹത്തിന്റെ പുറത്ത് റീസ്റ്റാർട്ട് ചെയ്യണമെന്നൊരാഗ്രഹം. അതിന്റെ പുറത്ത് അന്നേ PG ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാഹചര്യം അനുവദിക്കാത്തോണ്ട് കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പൊ എനിക്കത് ചെയ്യണം എന്നൊരാഗ്രഹം. നല്ലൊരു കാര്യം. ചെയ്യാനായിട്ട് പറ്റട്ടെ. അതെ, ഇത്രയൊരു ഗ്യാപ്പിന് ശേഷം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ച് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. പീപ്പിൾ ലേൺ വൈസ് നിങ്ങളുടെ കൂടെ നിൽക്കുവാണ്. ഓക്കെ, താങ്ക് യു. ഇനി ആരാ പറയാനുള്ളത്? ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു തോന്നുന്നു അല്ലേ മാം? എനിബഡി ലെഫ്റ്റ് ഔട്ട്? ഓൾമോസ്റ്റ് എല്ലാം തന്നെ. മേഘ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നോ? മേഘ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ. മേഘ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാരും തന്നെ കഴിഞ്ഞു. അതെ. എന്റെ എല്ലാ ലേണേഴ്സിനും ഒരു ബിഗ് താങ്ക്സ്. കാരണം എല്ലാവരും അവരവരായിട്ട് നമ്മളായിട്ട് ആരെയും വിളിക്കാതെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബിക്കോസ് അവർ കുറച്ചും കൂടെ എനർജറ്റിക് ആണ്. എനിക്ക് തോന്നുന്നു കുറെ ടീച്ചേഴ്സ് ഉള്ളത് കൊണ്ട്
അവർക്ക് ആ ഇന്ററാക്ഷൻ പ്രോബ്ലം അധികം ഇല്ല. ഇന്ററാക്ഷൻ പക്ഷെ ലെവൽ ആൻസർ കൂടുതലാണ്. അതാ ആൻസർ പറഞ്ഞ അവിടെ നിൽക്കും. നമുക്ക് എന്നാ ഇവരെ കൊണ്ട് ലോഗോ ആ ഗെയിമും കൂടെ ഒന്ന് കളിപ്പിക്കാം അല്ലെ? കുറച്ച് അതെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ് ആണല്ലോ. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഗെയിമിലേക്ക് പോവാം. കാണുന്നുണ്ടല്ലോ അല്ലേ മാം? അതെ അതെ കാണും. അപ്പൊ ഈ പേര് പോലെ തന്നെ ഡീകോഡ് ആൻഡ് ഡിസ്കവർ ലോഗോസ് ആൻഡ് ഷോർട്ട് ഫോം ചാലഞ്ച്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറച്ച് ലോഗോസ് കാണിച്ചു തരും. നിങ്ങൾ ആ ലോഗോസ് എന്താണെന്ന് ഗസ് ചെയ്യണം. അതിനുശേഷം കുറച്ച് ഷോർട്ട് ഫോംസ് ഉണ്ടാവും. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ജെൻസി കിഡ്സ് യൂസ് ചെയ്യുന്ന കുറെ ഷോർട്ട് ഫോംസും അതും ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യണം. ഓക്കെ, അപ്പോ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓരോ ലോഗോ കാണിക്കും. അത് കഴിഞ്ഞിട്ട് 10 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ അത് ഗസ് ചെയ്യണം. ഓക്കെ, ഫൈൻ ആണല്ലോ? എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ? കുറച്ച് ഇന്റലക്ച്വൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഇന്റലക്ച്വൽ ടാസ്ക് അവർക്ക് കൊടുക്കാം. അതെ, ഫസ്റ്റ് വൺ ലോഗോയാണോ? നെറ്റ്ഫ്ലിക്സ്. പിന്നെ ഇനി ഗസസ് പറയില്ല കേട്ടോ. നെറ്റ്ഫ്ലിക്സ് ആൻസർ പറഞ്ഞ് അത് ഉറപ്പിക്കുകയാണ്. ഓക്കെ, നെറ്റ്ഫ്ലിക്സ് ദാറ്റ് ഇസ് റൈറ്റ്. ഒരു മാസ് ഓഡിയൻസിന് തന്നെ നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്നതാണ് അതിന്ന് മനസ്സിലാക്കുന്നത്. ദിസ് വൺ ഓക്കെ, നമുക്ക് നോക്കാം. ആധാർ ആണോ വേറെ എന്തെങ്കിലും ആണോ? ദിസ് ഇസ് ആധാർ. ഗൈസ് വെൽ ഡൺ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇങ്ങനത്തെ സംഭവത്തിൽ അവർ കുറച്ചും കൂടി ആക്റ്റീവ് ആണ് കേട്ടോ. ഇത് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതെ അതെ, ഒരുമിച്ചാ പറയുന്നത് അല്ലേ? ഒരുമിച്ച് പറയുന്നു. അതെ അതാ. ഓക്കെ, SBI ഓർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദിസ് വൺ കാണുന്ന ഒരു കാര്യം. ഡാബർ, ആയുർ, പിന്നെ സംതിങ് റിലേറ്റഡ് ടു ഫാമിലി ട്രീ, അങ്ങനെ വല്ലതും ആണോ? ഇനി യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആണ് അല്ലേ ഡാബർ? അതെ അതെ, ഇതൊരു ബ്രാൻഡിന്റെ ലോഗോ ആണ്. ആയുർ ഡാബർ അല്ലാതെ എന്തെങ്കിലും ചോയ്സ്, അല്ലെങ്കിൽ ആയുർ ഡാബർ തന്നെയാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? LIC ആണോ? LIC. ഓക്കെ, LIC. ഓക്കെ, അത് നല്ലൊരു ഗസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ മാം? അതെ നോക്കാം. ഡാബർ ആണ്. ഡാബർ കറക്റ്റ് ആണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ. മേഘ തന്നെയാണോ ഡാബർ കണ്ടുപിടിച്ച ആള്? ഞാൻ തന്നെ. വെൽ ഡൺ, വെൽ ഡൺ. ദിസ് വൺ പിന്നെ വേറെന്തോ ആണോ? അത് പാറ്റേൺ വേറെന്തോ പോലെ ഇല്ലേ? ടാറ്റ പോലെ തൂങ്ങിയ വേറെ എന്തെങ്കിലും ആണോ ഇനി? ആണോ? കണ്ടോ, അവരെ ഓർപ്പിച്ച പിന്നെ അവര് മിണ്ടത്തില്ലേ? ടാറ്റയാണ്. കറക്റ്റ് ആൻസർ. ദിസ് വൺ നമ്മള് ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ട് കേൾക്കുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ രീതിയിൽ നമ്മളത് കേൾക്കാറുള്ളതാണ്. അവർക്ക് ഡിഫറെന്റ് പ്രോഡക്ട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അൽമ പറഞ്ഞിട്ടുണ്ട് റിലയൻസ് എന്ന്. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? റിലയൻസ് ഉറപ്പാണോ? ഓക്കെ, നമുക്ക് നോക്കാം ആൻസർ എന്താണെന്ന്. അതെ അതെ, റിലയൻസ്. അൽമ പറഞ്ഞ കറക്റ്റ് ആണ്. റിലയൻസ് ആണ്. അൽമ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേക്കൂ റിലയൻസ് എന്ന്. ദിസ് വൺ LIC. ഉറപ്പാണല്ലോ? LIC ആണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇത് ലൂയിസ് വിറ്റൺ, പിന്നെ എന്തെങ്കിലും ഗസസ്? ഇനി ഗസസ് ഉണ്ടാവില്ല, കാരണം അവരത് ഉറപ്പിച്ചു. ലൂയി വിറ്റൺ ഓർ ലൂയിസ് വിറ്റൺ. Yeah, that is right. ഇത് സ്റ്റാർബക്സ് കോഫി. ഒന്നും കേൾക്കാത്തതായിട്ട് ആരുമില്ല അല്ലെ? Yeah, that is Starbucks. This one
ഡെബിറ്റ് കാർഡ്, VI. മാസ്റ്റർ കാർഡ്, മാസ്റ്റർ കാർഡ്, ക്രെഡിറ്റ് കാർഡ്, VI. ഡോക്കോമോ പണ്ടത്തെ. VI, ഡോക്കുമോ. ഹായ്, കുറച്ച് റാൻഡം ആയിട്ടുള്ള ഗസസ്. ആദ്യമായിട്ടാണ് ഇത്രയേറെ ഓപ്ഷൻസ് വരുന്നത്. ക്രെഡിറ്റ് കാർഡ്. ഇപ്പൊ നമുക്ക് നോക്കാം ഏതാന്ന് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. മാസ്റ്റർ കാർഡ് ആരായിരുന്നു മാസ്റ്റർ കാർഡ് പറഞ്ഞത്? സൗമ്യാണ് മാസ്റ്റർ കാർഡ് പറഞ്ഞത്. ഈ സൗണ്ട് കേട്ടപ്പോ തോന്നി. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ഷോർട്ട് ഫോംസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഷോർട്ട് ഫോംസ്. ASAP. As soon as possible. ASAP, as soon as possible പറയുന്നുണ്ട്. പിന്നെന്താ ഇനി അവർ പറയത്തില്ലേ? That is as soon as possible. Yeah, that is right. Next, UPI. Unified person identity. Unified. ബാക്കി പേയ്മെന്റ് ഇന്റർഫറൻസ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫറൻസ്. PSC കാർ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. PSC കാർ എവിടെ? ആണെന്ന് തോന്നുന്നല്ലേ? കുഴപ്പമില്ല. എന്തെങ്കിലും റാൻഡം ഗസ് പറഞ്ഞോളൂ. ഒരാൾ പറഞ്ഞു. എന്തോ ക്ലിയർ ആവുന്നില്ലല്ലോ. യൂണിക് പേയ്മെന്റ് ഇന്റർഫേസ്. പേയ്മെന്റ്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, യുണീക് പേയ്മെന്റ് ഇന്റർഫേസ്. നല്ല ഗസസ് ആണത്. ദാറ്റ് ഈസ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ്. ഓക്കെ, അടുത്തത് IDK. I don't know. You guys don't know? I don't know. ഉറപ്പിച്ചോ? ആർക്കും അറിയത്തില്ല. നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് I don't know. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, JK. Just kidding. ഈ അടുത്ത് ഈ JK പറഞ്ഞിട്ട് ഏതൊരു മൂവിയില് ഭയങ്കര ഫേമസ് ആയിരുന്നില്ലേ? JKD കുറച്ച് കൂടുതലാന്ന് പറയുന്നത് അല്ലേ? ഇറ്റ്സ് ജസ്റ്റ് കിഡിങ് ഗൈസ്. ദാറ്റ് ഇസ് റൈറ്റ്. PDF-ന്റെ ഫുൾ ഫോം പറയാം. Portable document file. വെരി ഗുഡ്. പിന്നെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. ദാറ്റ് ഇസ് ഗ്രേറ്റ്. പിന്നെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫയൽ, പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. പിന്നെ എന്തെങ്കിലും ചാൻസ് അല്ല അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ് കറക്റ്റ്. ഓക്കെ, KCB. Kerala State Electricity Board. എല്ലാരും ഒരുപോലെ പറയുന്നു. എന്തെങ്കിലും ബാക്കിയുണ്ടോ? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോ? ലിമിറ്റഡ്. ലിമിറ്റഡ് ആരാ പറഞ്ഞത്? ഫസീല. ദാറ്റ്സ് ഗുഡ്. അതാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്. ഓക്കെ, നമ്മൾ പൊതുവെ ബോർഡ് വരെ വെച്ചിട്ട് നമ്മൾ നിർത്താറുണ്ട്. വെരി ഗുഡ്, ഗുഡ് ഗെസ്. സിം. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് സിം. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. പിന്നെ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ അല്ലാതെ പിന്നെന്തെങ്കിലും? ഓക്കെ, നമുക്ക് നോക്കാം. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. ഇതാരാ പറഞ്ഞത്? സൗമ്യയാണോ പറഞ്ഞത്? സൗമ്യല്ലേ പറഞ്ഞത്? സൗമ്യ. മേഘ എവിടെ പോയി? കാണാനേ ഇല്ലല്ലോ മേഘ. ഞാനിവിടെ ഉണ്ട്, എനിക്കറിയില്ല. ഓക്കെ, ഫൈൻ. ATM. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. പിന്നെ
എനി ടൈം മണി. അല്ല ഓ അല്ല ഗോഡ്, അല്ല തെറ്റാ. ഓട്ടോമാറ്റിക് കാര്യമില്ല. നമുക്കൊക്കെ ഇത് എനി ടൈം മണിയാണ്. ഓക്കെ, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്ന് പറഞ്ഞു. പിന്നെ എനി ടൈം മണി പറഞ്ഞതാരാ? അതാരാ പറഞ്ഞത് എനി ടൈം മണി? എനിക്ക് ആ ഗസ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ആരാ പറഞ്ഞ? അശ്വിനാണോ പറഞ്ഞത്? അല്ല, പിന്നെ ആരാ പറഞ്ഞത്? ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ആൻസർ നോക്കാം. ഓട്ടോമേറ്റഡ് ടെല്ലർ ഓട്ടോമേറ്റഡ് മെഷീൻ. ടെല്ലർ മെഷീൻ ആണ്. അത് ആദ്യം ആരാ പറഞ്ഞത്? അത് ഞാൻ തന്നെയാ. ഞാൻ വീണ്ടും പറഞ്ഞു. അതാരാ ഈ ഞാൻ തന്നെ? മേഘ? അതെ. ഓക്കെ, കമോൺ. ഞാൻ ഇനി പാഷ്വാലിറ്റി കാണിച്ചു എന്ന് പറയട്ടെ എല്ലാവരും. ഓക്കെ, GST. ഗുഡ്സ് ആൻഡ് സർവീസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, കുറച്ചും കൂടെ സ്റ്റേൺ ആയിട്ടുള്ള ഒരു മറുപടി കിട്ടി. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇനി ആരാ? വേറെ എന്തെങ്കിലും ഗസസ്? ഗൈസ് കമോൺ, റാൻഡം ഗസസ്? ഇല്ല, ഇനി അവർ പറയത്തില്ല. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഓക്കെ, പിന്നിന്റെ ഫുൾ ഫോം പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ. പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ. പിന്നെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ. പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഉറപ്പിച്ചു? അല്ല, ഉറപ്പാണോ? നമുക്ക് നോക്കാം അല്ലേ മാം? അതെ, നോക്കാം. പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ, ദാറ്റ് ഇസ് റൈറ്റ്. ഓക്കെ Okay. ഗൈസ്, അപ്പോ നമ്മുടെ ആ ഒരു സെഷനും കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവരെ കൊണ്ട് ഗ്രാബ് ആൻഡ് റൺ ചെയ്യിപ്പിക്കണം. കുറച്ചൊരു ഇനാക്റ്റീവ്നെസ് ഉണ്ട് അല്ലേ മൊത്തത്തിൽ? അതെ, നമുക്ക് ആ ഒരു ഗെയിം കൂടെ കളിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലേണേഴ്സ് ഒന്നുകൂടെ ഒരു ഊർജ്ജസ്വലരാകും. അതാ കുറച്ചും കൂടെ ഇവരെ ഇരുന്ന സ്ഥലത്തു നിന്ന് എണീപ്പിച്ചാൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യും തോന്നും. ഓക്കെ ഗൈസ്, ഇതെല്ലാം മാക്സിമം ക്യാമറ ഒക്കെ ഓൺ ചെയ്യണേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. വെരി വെരി സിമ്പിൾ. ഇതുപോലെ ഗസ് ചെയ്യേണ്ട ക്യാമറ ഓൺ ആക്കിയേ ഈ ഗെയിം കളിക്കാൻ പറ്റൂ കേട്ടോ. നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് വെച്ചോളൂ, ദാറ്റ് ഇസ് നോട്ട് എ വിഷയം. ബട്ട് നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രാബ് ആൻഡ് റൺ. അതിന്റെ റൂൾസ് പറയാം. ലേണേഴ്സിന്റെ ക്യാമറ എപ്പോഴും ഓൺ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് പിക്ചേഴ്സ് കാണിക്കും. സേ ഇപ്പൊ കപ്പ്, പെൻ, അങ്ങനെ എന്തെങ്കിലും പിക്ചേഴ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് കാണിക്കും. അത് ആദ്യം കൊണ്ടുവന്ന് നിങ്ങൾ ക്യാമറയുടെ മുമ്പിൽ കാണിക്കണം. നിങ്ങൾക്ക് ചുറ്റുമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് പതുക്കെ ഗെയിമിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് ഗ്രാബ് ചെയ്യണം. എല്ലാവരും അതിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കണം. ഓക്കെ, അശ്വിനൊക്കെ ഇപ്പോഴേ റെഡിയാണ്. ഗ്ലാസ് ഗൈസ്, എനി ടൈപ്പ് ഓഫ് ഗ്ലാസ്. ഏത് ടൈപ്പ് ഗ്ലാസ്? ക്യാമറ കാണിക്കണേ. ക്യാമറയിൽ കാണിക്കാം. ഓക്കെ, അശ്വിൻ കാണിച്ചു, സൗമ്യ കാണിച്ചു, പിന്നെ 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 ഓക്കെ, ലുമില മാം കാണിച്ചു. ഓക്കെ, ഷജില. ഓക്കെ ഗൈസ്, ഓക്കെ ഫൈൻ. ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഗ്ലാസ്, സ്പെക്സ് ആണ്. ഓക്കെ, അത് ഭയങ്കര എളുപ്പമായിരുന്നു. മുഖത്തൊന്നും ഒരു കണ്ടവരായിരുന്നു. ഓക്കെ, നിഷയ്ക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ഓക്കെ, ഷജിലയ്ക്ക് എളുപ്പമായിരുന്നു. പിന്നെ അശ്വിൻ അവിടെ ഗ്ലാസ് സ്പെക്സ് ഒക്കെ പോയിട്ടാണ്. അതാ കുഴപ്പമില്ല, ഇനി എവിടെന്നെങ്കിലൊക്കെ സ്പെക്സ് ഒക്കെ എടുത്തോണ്ട് വരുമോ? ഓക്കെ ഫൈൻ. ഓക്കെ, ലുമില മാം ഫൈൻ. കോംബാണ്. എനി ടൈപ്പ് ഓഫ് കോംബ്. ഗൈസ് കം ഓൺ, കോംബ് പെട്ടെന്ന് എടുത്തോണ്ട് വരും. ഓക്കെ, ലുമില മാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കാന്ന് തോന്നുന്നു. പറയുന്നെടുത്തു എല്ലാം. ഓക്കെ, ഷജില ഫൈൻ. മെഗാ കോംബ് കിട്ടിയോ? യെസ്, മെഗാ കോംബ് കിട്ടി. സൗമ്യ പോയാ വഴി പോയോ? അശ്വിൻ കോംബ് എവിടെ? അശ്വിൻ എനിക്ക് കാണുന്നില്ലേ, എവിടെ? അത് ശരി, മടിച്ചിരിക്കുക. അതാ പോയി എടുക്കണോന്നൊക്കെ. എനിക്ക് മടിയാണെന്നൊക്കെ.
ഓക്കെ സൗമ്യ. ഓക്കെ, എവിടുന്നോ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചോണ്ട് വരും കേട്ടോ സൗമ്യ. സിസേഴ്സ് ഗൈസ്, സിസേഴ്സ്. ഓക്കെ സൗമ്യ ടേബിളിൽ ഇരിക്കുന്നതാണ്, അതൊക്കെ സെറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ സിസേഴ്സ്. പിന്നെ ഓക്കെ ഷജില സിസേഴ്സ്. പിന്നെ ഓക്കെ നിഷ സിസേഴ്സ്. ലുമില മാം ഞാൻ പറഞ്ഞില്ലേ, ലുമില മാം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഷീസ് റെഡി ടു റോം അറൌണ്ട്. ദാറ്റ് ഇസ് വൈ ആ സ്പിരിറ്റ് നല്ലതാ. ഓക്കെ, അശ്വിന് മടിയായ കേട്ടോ, അശ്വിൻ പോയി ആ വഴി. ഓക്കെ ഓക്കെ സൗമ്യ. ദെൻ ഓക്കെ അശ്വിൻ കാണിച്ചു. പെൻ. പിന്നെ ഗൈസ് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടിയില്ല. യെസ് യെസ് ലുമില മാം കാണിച്ചു. പിന്നെ ആരാ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ലേണേഴ്സ് എടുത്തിട്ട് വരുന്ന പറഞ്ഞ സംഭവം അവരെടുത്തില്ല കേട്ടോ. പെൻസിൽ അതല്ലെങ്കിൽ അങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നോക്കി ഒരു പേനയോ പെൻസിലോ കാണില്ല. ഫോം വിളിക്കുമ്പോഴൊക്കെ അങ്ങനെയല്ലേ, അതുപോലെ തന്നെ നമ്മളൊരു ആവശ്യത്തിന് നോക്കിയാതില്ല. ബുക്കാണ് അത് ഭയങ്കര സിമ്പിളാ. ഓക്കെ സൗമ്യ, ഞാൻ പറഞ്ഞില്ല സൗമ്യൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എനിക്ക് തോന്നി ലുമില മാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ആ ബുക്കില്ലാന്ന് മാത്രം പറയില്ല. ഓക്കെ അശ്വിൻ. പിന്നെ 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 ഷജില എവിടെ? മേഘ എവിടെ? ബുക്ക് കാണിച്ചു, ഓൾറെഡി കാണിച്ചിട്ടിരിക്കുക. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. പ്ലേറ്റ്, എനി ടൈപ്പ് ഓഫ് പ്ലേറ്റ്. കിച്ചണിലേക്ക് ഓടുവാണ് എല്ലാരും. അതാ കിച്ചണിലേക്ക് ഓടുക. അവിടെ ഇവിടെയൊക്കെ തട്ടി മറിച്ചിട്ടിട്ട് ഇപ്പൊ വൈസിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, പ്ലേറ്റ് ഒക്കെ തപ്പി പിള്ളേർ പോയിട്ടുണ്ട്. അങ്ങനെ ഓക്കെ, മേഘ പ്ലേറ്റ് കാണിച്ചിട്ടുണ്ട്. പ്ലേറ്റ് ലുമിന മാം കാണിച്ചിട്ടുണ്ട്. സൗമ്യ എല്ലാരും കാണിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ഗൈസ്. കിച്ചണിൽ പോയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. സ്പൂൺ, അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നല്ലേ, അറിഞ്ഞിരുന്ന അടുക്കളയിൽ തന്നെ നിൽക്കായിരുന്നു എന്നൊക്കെ. ഓക്കെ ഓക്കെ ഫൈൻ. ഓൾമോസ്റ്റ് എല്ലാരും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കാലോ അല്ലേ മാം? അതെ അതെ. പെർഫ്യൂം ആണ്. പെർഫ്യൂം അത് കുറച്ച് തപ്പി എടുക്കണം. ഷജില കാണിച്ചിട്ടുണ്ട് പെർഫ്യൂം. ഓക്കെ ഷജില, വെൽ ഡൺ. ഓക്കെ സിമിലർ ആയിട്ട് ബോട്ടിൽ തന്നെ അല്ലേ സൗമ്യയുടെ? കൊള്ളാം. ഓൾമോസ്റ്റ് നമ്മുടെ പിക്ചറിൽ കാണുന്നത് തന്നെ. അതെ. നമുക്ക് നെക്സ്റ്റ് കാണിച്ചാലോ? ഓക്കെ. റിമോട്ട്. ഓക്കെ സൗമ്യ. ഓക്കെ സൗമ്യ കാണിച്ചിട്ടുണ്ട്. റിമോട്ട്. ഷജില, മേഘ. ഓക്കെ ലുമില മാം. ഓക്കെ ഫൈൻ. അശ്വിൻ കാണിച്ചേ. എനിത്തിങ് ഇൻ റെഡ് കളർ. റെഡ് കളറിലുള്ള എന്തും ആവാം. ഓക്കെ ബുക്ക്. ഡൺ. ഓക്കെ ചെയർ കാണിക്കുന്നുണ്ട് അശ്വിൻ. ഓക്കെ അശ്വിൻ ഒരു ചെയർ കാണിക്കുന്നുണ്ട്. പിന്നെ റെഡ് ബോട്ടിലാണ് മേഘ കാണിക്കുന്നത്. റെഡ് തന്നെ ആണോ? നമുക്ക് കറക്റ്റ് കുഴപ്പമില്ല, ഒരു മെറൂണിഷ് റെഡ് ആയാലും പറ്റില്ല. അതാ റെഡ്, ഒരു ഗ്ലോസി റെഡ് കളർ. ഗ്ലോസി റെഡ് കളർ. ഓ ഗ്രേറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ ഫൈൻ. ആ ലൈറ്റിങ്ങിന്റെ കാരണമായിരിക്കും നമുക്ക് അത് അത്ര വിസിബിൾ ആവുന്നത്. ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഗ്രാബ് ആൻഡ് റൺ ഉണ്ടായിരുന്നത്. ഐ തിങ്ക് ഹോപ്പ് യു ഗൈസ് ഹാവ് എൻജോയ്ഡ് ദി സെഷൻ. അപ്പൊ നമുക്കിനി അടുത്ത ഇതിലേക്ക് പോവാം അല്ലേ അർച്ചന മാം? ഓക്കെ നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക്. ഓക്കെ അപ്പൊ ഞാൻ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യും. സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യും. മാം വിസിബിൾ അല്ലേ? അതെ വിസിബിൾ ആണ്. ഓക്കെ മാം കണ്ടിന്യൂ ചെയ്തു.
ഇപ്പൊ നമ്മള് ഇത്രയും നേരം നമ്മുടെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു അല്ലെ. ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ഫസ്റ്റ് സെഷൻ എൻഡിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ ലേൺ വൈസ് നമ്മളുടെ പുതിയ ലേണേഴ്സിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു 10 സെഷൻസ് ആണ്. ഓക്കെ, ഓറിയന്റേഷൻ സെഷന്റെ ഓൾമോസ്റ്റ് ഒരു 10 സെഷൻസ് ആണ്. നമുക്ക് ഇനി അപ്കമിങ് ഡേയ്സിലും അടുത്തടുത്ത സെഷൻസ് വരുന്നുണ്ട്. ഒരു സെഷനും മിസ് ഔട്ട് ചെയ്യാതെ മാക്സിമം എല്ലാ സെഷൻസിലും അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പൊ നമ്മുടെ അടുത്ത സെഷൻ 2 എന്ന് പറയുന്നത് ഇഗ്നോ അൺബൗണ്ട് ആണ്. ഓക്കെ, അതായത് നമ്മളുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ പറ്റി അതുപോലെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയും ഉള്ള ഒരു എക്സ്പ്ലോറിംഗ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഏരിയയില് കൂടുതൽ ഗ്രാഹ്യമുള്ള നമ്മുടെ ലേൺ വൈസിലെ ടീം അതിനെ പറ്റിയിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു സെഷനാണ്. അതുകൊണ്ട് റിസോഴ്സസും ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് ഷെയർ ചെയ്ത് നമുക്ക് ഐഡിയാസ് തരാം. അപ്പം ആ ഒരു സെഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ സെഷൻ വരുന്നത് ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മുടെ ലേൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അതെന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സെഷൻ ആയിരിക്കും സെഷൻ 3. ഓക്കെ, പിന്നെ നമ്മൾ സെഷൻ 4ലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് ആണ് സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് നാവിഗേറ്റിംഗ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം. നമുക്കറിയാം ലേൺ വൈസിന് ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമ്മുടെ ലേൺ വൈസ് ആപ്പ് ഉണ്ട്, യൂട്യൂബ് ചാനൽ ഉണ്ട്, അതുപോലെ ഡൈവേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ലേൺ വൈസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം ലേൺ വൈസിന്റെ ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ്, അത് നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ഓക്കെ, റിസോഴ്സസ് എങ്ങനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, അതിന്റെ ഒരു ഓവർവ്യൂ ആയിരിക്കും സെഷൻ 4ൽ നമുക്ക് കിട്ടുക. ഓക്കെ, പിന്നെ നമുക്ക് സെഷൻ 5ലേക്ക് വരുമ്പോൾ നമ്മളുടെ അലൂമിനി സക്സസ് സ്റ്റോറീസ് ആണ് അതിൽ വരിക. ഓക്കെ, നമ്മളുടെ ലേൺ വൈസിൽ നിന്ന് സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവരുടെ കരിയറിലാണെങ്കിലും ഒക്കെ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുള്ള നമ്മുടെ സക്സസ് ആയിട്ടുള്ള ലേണേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരിക്കും സെഷൻ 5ൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് സെഷൻ 6 ആണ് ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറയും. അതായത് നമ്മുടെ ലേൺ വൈസിന്റെ എൻറ്റയർ ടീമിന്റെ ഒരു മീറ്റപ്പ് പ്രോഗ്രാം ആയിട്ടാണ്. നമ്മുടെ ലേൺ വൈസിലെ പല പല ഡിപ്പാർട്ട്മെന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, യൂണിഫൈഡ് ആയിട്ട് എല്ലാവരും കൂടെ വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഔട്ട്കം നമ്മളിലേക്ക് എത്തുന്നത്. അപ്പം ആ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ മീറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും സെഷൻ 6ൽ കണ്ടക്ട് ചെയ്യുക. സെഷൻ 7ലേക്ക് വരുമ്പോൾ ഫ്ലുവന്റ് ആൻഡ് ഫിയർലെസ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. ഇപ്പൊ നമുക്ക് ഓൾറെഡി നേരത്തെ ജോയിൻ ചെയ്ത ലേണേഴ്സിനൊക്കെ അറിയാം നമുക്ക് EEP പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ആ ഒരു EEPയുടെ ഇമ്പോർട്ടൻസും അതിന് നമുക്ക് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാം അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു സെഷൻ ആയിരിക്കും സെഷൻ 7. ഓക്കെ, അത് പ്യൂർലി റിഗാർഡിങ് നമ്മുടെ ലാംഗ്വേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. നെക്സ്റ്റ് വരുന്ന സെഷൻ 8 ദാറ്റ് ഇസ് ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ്, കരിയർ പ്ലാനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. അപ്പം ഈ ഒരു സെഷനിൽ വരുന്നത് നമ്മളുടെ ഈ ഒരു MSc കോഴ്സ് നമ്മൾ സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്യുന്നു, അതോടൊപ്പം നമ്മുടെ കരിയർ പ്ലാനിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ഒരു മേഖലകളിലുള്ള എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് നമ്മൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അതാണ് സെഷൻ 8 എന്ന് പറയുന്നത്. സെക്ഷൻ 9ലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്റ്റഡീസിനോടൊപ്പം തന്നെ നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, ഓക്കെ, അതുപോലെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ലേൺ വൈസിൽ നമുക്കൊരു ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സെഷൻ ഉണ്ട്. അതായത് നമുക്ക് നമ്മളുടെ ലേൺ വൈസിലെ ലേണേഴ്സിന് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഹാപ്പിനെസ് അംബാസിഡറുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മളുടെ ആ ഒരു പ്രോബ്ലത്തിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മളത് ഹെൽപ്പ് ചെയ്യും. അപ്പം ആ സെഷൻസിന് ആ ഒരു ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസ് എങ്ങനെ വരുന്നു എന്നുള്ളതിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് ഈ ഒരു സെഷനിലൂടെ കിട്ടും. പിന്നെ സെഷൻ 10 എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫീഡ്ബാക്ക് ആൻഡ് റാപ്പപ്പ് ആണ്. ഫൈനലി നമ്മളുടെ ഇത്രയും സെഷൻസിന് ശേഷം ലേണേഴ്സിന്റെ ഒരു ഫീഡ്ബാക്കും അതുപോലെ വൈൻഡപ്പിംഗും കൂടാണ് അതിൽ വരുന്നത്. പിന്നെ നമ്മൾ ഒഫീഷ്യലി നമ്മളുടെ ആ ഒരു സ്റ്റഡി ജേർണിയിലേക്ക് എൻട്രി ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയും ഈ 10 സെഷൻസ് മാക്സിമം എല്ലാവരും ഇതുപോലെ തന്നെ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതുപോലെ തന്നെ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ,
പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഓൾറെഡി നമ്മുടെ മാധവി മാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടാവും ന്യൂ ഹൊറിസോൺ എന്ന് പറയുന്ന ഫോം. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ലേണേഴ്സ് അപ്പം അവരുടെ ഒരു അഭിരുചി എന്താണ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഇതൊക്കെ നമുക്കൊന്ന് അവരുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നത് വഴി നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇനി വരുന്ന അപ്കമിങ് സെഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂ ഹൊറിസൺ എന്ന് പറയുന്ന ഫോം നമ്മൾ ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പം മാക്സിമം അത് എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് ആ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മുടെ ന്യൂ ഹൊറിസോൺ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. അപ്പോ ഇനി നമ്മുടെ സെഷന്റെ ഫീഡ്ബാക്ക് എടുക്കാം അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു അവർക്ക് ഈ സെഷൻ? അവർക്ക് ഓക്കെ ആയിരുന്നോ? ഫീഡ്ബാക്ക് എടുക്കുന്നതിന് മുന്നേ നമുക്കൊരു ആക്ഷൻ ടാസ്ക് കൂടി ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇന്നത്തെ ഒരു സെഷന്റെ ഭാഗമായിട്ട്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. അതെ, സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യട്ടെ അതോ മാം ഷെയർ ചെയ്യും? ഓക്കെ, വിസിബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ഡേയിലും ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്. അപ്പം ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഇന്നൊരു വെൽക്കം മീറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് head over to the batch group chat and you may introduce yourself. Let us get into know each other. അപ്പൊ നമ്മുടെ ഈ ഒരു ടാസ്കിന്റെ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് നമ്മുടെ നെയിം, ഓക്കെ, അതുപോലെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ദെൻ പ്ലേസ്, നമ്മൾ ഏത് സ്ഥലത്തു നിന്ന് വരും, പിന്നെ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, അതുപോലെ ഹോബീസ്. മാം ഒന്ന് മുകളിലേക്ക് എടുക്കുമോ? ഓക്കെ, പിന്നെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ജോബ് എന്തെങ്കിലും ഉണ്ട് അതും കൂടെ മെൻഷൻ ചെയ്യുക. ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നെയിം എന്ന് പറഞ്ഞിട്ട് ജോൺ കൊടുത്തിട്ടുണ്ട്, പിന്നെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ പ്ലേസ് എവിടെയാണ്, പിന്നെ സ്ട്രെങ്ത്, പിന്നെ ഹോബീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ജോബ്, വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ജോബും കൂടെ മെൻഷൻ ചെയ്യും. അപ്പം ഈ കാര്യങ്ങൾ നാളത്തേക്ക് ഒന്ന് ഫില്ല് ചെയ്യാം. ഒന്നെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം, വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് മെന്ററിന് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഒരു പിക്ക് ഷെയർ ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഓരോ ടാസ്കുകൾ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ലാസ്റ്റ് സെഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോം ചെയ്ത ആൾ ആരാണെന്നുള്ള മെൻഷനിങ് ഒക്കെ ഉണ്ടാവും. അപ്പം ആക്റ്റീവ്ലി എല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അതെന്തായാലും ഇവർ ചെയ്യും. കാരണം ഇത്രയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് അവരെന്തായാലും ചെയ്യും. എന്തായാലും അറ്റൻഡ് ചെയ്ത ഒരു ഓൾമോസ്റ്റ് ഒരു 10 to 12, 13 മെമ്പേഴ്സ് ഒക്കെ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അവരെല്ലാം നല്ല ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. ഞാൻ ആക്ച്വലി ഇത്രയും പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ ഓവർവെൽമിംഗ് റെസ്പോൺസസ് കണ്ട് ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. ഓക്കെ, അപ്പോ നമുക്ക് എന്നാ ഫീഡ്ബാക്ക് പറയിപ്പിക്കാം അല്ലെ? ഫീഡ്ബാക്ക് പറയട്ടെ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ സെഷൻ എന്നുള്ളത് ഒന്ന് രണ്ട് പേര് ഒരു ഫീഡ്ബാക്ക് പറഞ്ഞാൽ നല്ലതായിരിക്കും. വോളണ്ടറി ആയിട്ട് ആരെങ്കിലും വരുന്നോ? പറഞ്ഞോളൂ. കുറച്ചുകൂടെ ഇപ്പം ഞാൻ പറഞ്ഞത് ഒത്തിരി ഇയേഴ്സ് ബാക്ക് ആണ് ഞാനിപ്പം വീണ്ടും ഒന്നുകൂടെ പഠിക്കാൻ കഴിഞ്ഞ വർഷം വീണ്ടും ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ എന്ന് പറയുന്നത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ തന്നെ ഗെയിംസും എല്ലാം ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ചുകൂടെ ലേൺ വൈസിനെ കുറിച്ച് അറിയാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് പറയുന്നുണ്ട്. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് സെക്ഷൻസ് കയറാൻ ശ്രമിക്കാം. അതെ, ഇതുപോലത്തെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നമ്മുടെ അപ്കമിംഗ് ആയിട്ടുള്ള എല്ലാ സെഷൻസിലും വേണം. ഓക്കെ, ഞാൻ നോക്കും സൗമ്യ. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഇനി നെക്സ്റ്റ് ആരാ പറയുന്നേ? കുറച്ച് മെന്റലി ഒന്ന് ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് മാം ഈ ഗെയിമുകളൊക്കെ ഒന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയത്. അത് അടിപൊളിയായിരുന്നു. കാരണം കഴിഞ്ഞൊരു സെഷൻ ഒരു സാറിന്റെ സെഷൻ ഉണ്ടായിരുന്നു, സാർ ആക്റ്റീവ്ലി ടോക്കിംഗ് ആയിരുന്നു. ഇത് ഞങ്ങൾക്കും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ചുമ്മാ ലേൺവൈസിന്റെ ഈ പറയുന്ന പോലെ കോഴ്സിന്റെ കാര്യങ്ങളും ഒരു റോ ആയിട്ട് പോവാതെ നമ്മുടെ പല റേഞ്ച് ആണെങ്കിലും എല്ലാവരും കൂടെ ഒന്നിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സംഭവം സെറ്റായിരുന്നു. അപ്പൊ കുറച്ചും കൂടെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫീല്. അതെ അതെ, മേഘ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അല്ലേ മേഘ? അതെ 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 ചെയ്തു. അതാണ് വേണ്ടത്. ഓക്കെ മേഘ, താങ്ക് യു.
നെക്സ്റ്റ് ഇനി ആരാ പറയുന്നേ? ഇവിടെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറെ പേരുണ്ടായിരുന്നല്ലോ, വരാതെ ആരെങ്കിലും ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ നമ്മുടെ സെഷൻ? ഇന്നത്തെ ഒരു സെഷന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. All ഓക്കെ over very interesting. ഓക്കെ ലുമില Presentation മാം games പറഞ്ഞു were very. ഓൾ ഓവർ വെരി ഇൻട്രസ്റ്റിംഗ്, പ്രസന്റേഷൻ ആൻഡ് ഗെയിംസ് വെർ വെരി ഗുഡ്. അപ്പൊ ലുമില മാം നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. എനിക്ക് മേഘ പറഞ്ഞൊരു പോയിന്റ് ആഡ് ചെയ്യാനാണ് ഇപ്പൊ തോന്നുന്നത്. കാരണം ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന അല്ലെങ്കിൽ ഡിഫറെന്റ് സെക്ഷനിൽ നിന്ന് വരുന്ന കുറെ പേര് ഇവിടെ ഒരുമിച്ച് കൂടി ഒരു ഹോൾ കമ്മ്യൂണിറ്റി ആയിട്ട്, അത് തന്നെയായിരുന്നു നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആയിരുന്നു അല്ലെ? ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, നിങ്ങൾക്ക് ഒരു സ്പാർക്ക് തരാ. അതാണ് നമ്മൾ ഒരു ഗെയിം വഴി നമ്മളൊരു സ്പാർക്ക് തന്നു, നിങ്ങൾ അതുവഴി ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു. ലൈക്ക് നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത ആൾക്കാര് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് അതിനൊരു പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു യു ഗൈസ് ആർ വെരി കോൺഫിഡന്റ് ഈച്ച് അതർ. ഈ ഒരു കോൺഫിഡൻസും അല്ലെങ്കിൽ ഈ ഒരു എൻതൂസിയാസും ആണ് മെയിൻലി സയൻസ് സബ്ജക്ട്. ഒരു പെർട്ടിക്കുലർ ഗ്യാപ്പ് കഴിഞ്ഞ് ഒരു സയൻസ് സബ്ജക്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു സെഷനിൽ നിന്നുള്ള നിങ്ങളുടെ ആക്റ്റീവ്നെസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. 4 years ഒന്നും എടുക്കാതെ കൃത്യമായിട്ട് നമ്മളൊരു 2 years കൊണ്ട് തന്നെ എല്ലാം റാപ്പപ്പ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് 2 years കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങള്, വെറൈറ്റി ഓഫ് ആഗ്രഹങ്ങളുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എനിക്ക് സീരിയസ്ലി എനിക്ക് എന്റെ ലേണേഴ്സിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത്രയും ആക്റ്റീവായിട്ട് ഒരു കാര്യത്തിൽ ഇപ്പൊ നിങ്ങളൊരു ഗെയിം കളിക്കുമ്പോഴായാലും you are sticking on to your point. That means that you guys are amazing. So I thank everybody for your cooperation and your hard work. ഇതിനു വേണ്ടി സമയം കണ്ടുപിടിച്ച് ഇത് ഇങ്ങനെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്ത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിനൊക്കെ നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും എന്നെ ഓവർ ഫോൺ ഒറ്റ വട്ടമൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. സ്റ്റിൽ യു ഗൈസ് മെയ്ഡ് ഇറ്റ് ടുഗെദർ. സോ ഐ എം വെരി ഹാപ്പി ഫോർ യു ഗൈസ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സെഷനെ ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്ത സ്നേഹ മാമിനും അതുപോലെ തന്നെ അർച്ചന മാമിനും, കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് അർച്ചന മാമിന്റെ. അർച്ചന മാമിനും ഒരു സെഷൻ കണ്ടക്ട് ചെയ്യാനായിട്ടും നിങ്ങൾ ഓവറോൾ ഒന്ന് എൻകറേജ് ചെയ്യാനായിട്ടും ഇവിടെ വന്ന എല്ലാവർക്കും ഒരു ഹോൾ ഹാർട്ടഡ് താങ്ക്സ് ഫ്രം ദ ടീം ഓഫ് LearnWise and myself. So guys, ignite yourself, innovate something and integrate yourself. Okay, thank you guys.